ക്രിസ്തുവേ എന്നെയും നീ നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിന്മകനാക്കുവാൻ തിന്മകൾ നീക്കുവാൻ പിന്മാകി മാവേടിഞ്ഞോ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ യേശുവേ നിൻ പാദം കുമ്പിടും യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം. ജീവനായ ദൈവമേ, സ്വർഗസ്ഥപിതാവേ, നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ആഴ്ചയോടത്തിന് ഒന്നാമത്തെ ദിവസം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന കർത്താവിന്റെ മക്കളോട് കർത്താവ് മനസ്സലിവ് തോന്നുന്നു. ഞങ്ങളോട് ഇടപെടുമാറാകണം. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് ഓർക്കണം. ഞങ്ങളെ കൈക്കൊള്ളണം. ഞങ്ങൾ ആരാധനയിൽ കർത്താവർക്ക് സാധിക്കുമാറാകണം. വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. വിദ്യാഭ്യാസത്തിനെ ബന്ധവും സഭയ്ക്ക് വേണ്ടി ഇടയ്ക്കാരുടെ സഭയ്ക്ക് വേണ്ടി അടുത്ത സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ പിച്ചുവിട്ടു പോകുന്ന കരഞ്ഞൂർ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് കരുതി ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ദൈവത്തിന്റെ ജനത്തിന് കർത്താവ് സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചു തരുവാനാണ്. നമ്മൾക്ക് മുഖാകട്ടെ. യേശുവിന്റെ നാമത്തിൽ നമുക്കിരിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കൃപയാൽ നമുക്ക് ദൈവത്തിന്റെ മുൻപാകെ ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി കൂടി വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാൻ നന്ദി ചെയ്ത കർത്താവ് തന്റെ കരത്താൽ നമ്മെ ഇവിടെ കൂട്ടിവരുത്തി. ചുരുക്കം പേർക്കാണെങ്കിലും കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ നൽകി. അതുകൊണ്ട് എല്ലാവർക്കും ഇതിനായി കർത്താവ് അനുവദിച്ച എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുക. ആരാധനയെക്കുറിച്ച് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ധാരാളം വശം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനയുടെ ഏറ്റവും മുഖ്യമായ ഭാഗമാണ് അനുസരണം. അതുപോലെ തന്നെ അർപ്പിക്കുക. ഏതായിരുന്നാലും ആരാധന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അവന്റെ ഹൃദയം നിഷ്കളങ്കമായിരിക്കണം. അവന്റെ മുഖത്ത് അത് പ്രതിഫലിക്കുകയും വേണം. ആരാധന കഴിഞ്ഞു വരുമ്പോൾ എങ്ങനെ ഇരിക്കണം? ദൈവത്തിന്റെ വചനത്തിന്റെ വികാസനം പ്രകാശപ്രദമാകുന്നു. അവന്റെ മുഖം വചനത്താൽ പ്രകാശിച്ചിരിക്കണം. അവന് സ്തുതിക്കുന്ന സ്തുതിയും സ്തോത്രവും ദൈവത്തിന് മുമ്പാകെ ഏറ്റവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നാം ശ്രദ്ധയോടുകൂടി, ആവശ്യബോധത്തോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി ആരാധനയിലായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് തിരിയാം. നമ്മൾ വായിച്ച സങ്കീർത്തനം 84-ാം സങ്കീർത്തനമാണ്. എത്രയോ പേർ എത്രയോ തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും നമ്മൾ അതിൽ വളർന്നു വന്നവരുമാണ്. വിശ്വാസത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്ന നാൾ മുതൽ ഈ സങ്കീർത്തനം സുപരിചിതമാണ്. 23-ാം സങ്കീർത്തനം, 1-ാം സങ്കീർത്തനം, 84-ാം സങ്കീർത്തനം എന്നൊക്കെ പറയുന്നത് ഒട്ടും അപരിചിതമല്ല. എല്ലാവർക്കും നല്ല പരിചയമുള്ള
എന്നാൽ ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ വളരെ ചിന്തിക്കത്തക്കതായ പല വിഷയങ്ങളും അതിനകത്തുണ്ട്. ഈ സങ്കീർത്തനം എഴുതിയ കോരഹൂതന്മാർ, അവരുടെ അപ്പനായ കോരഹ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു അത്യാഹിതം, ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരവസ്ഥ, അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ദൈവത്തിന് മുമ്പാകെ ഒരു ചോദ്യചിഹ്നമാണ്. ഒരിക്കൽ ഞാനൊരു മെന്റൽ ഹോസ്പിറ്റലിൽ പോകാനിടയായിരുന്നു. ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവിടെ ഒരു വിശ്വാസി കൃത്യസമയത്ത് അവിടെ വന്നു. അദ്ദേഹം എൻ്റെ കൂടെ ഓടി വന്ന്, ആ സ്ത്രീയാ, അവർ ഓടി വന്ന് എന്നോട് ചോദിച്ചു, കർത്താവിന്റെ നമുക്ക് എന്താ ഇങ്ങനെ? അവിടെ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, അവരുടെ ഭർത്താവാണോ മകനാണോ ഒരാള് അവിടെ മാനസിക പ്രശ്നമായിട്ട് അവിടെ വന്ന് അവിടെ കിടക്കുക. നമുക്ക് എന്താ ഇങ്ങനെ? ഏറ്റവും അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് ശ്രദ്ധിച്ചു വേണം ഉത്തരം പറയാൻ. കാരണം ഈ സത്യവേദ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത് മനുഷ്യൻ ദൈവത്തോട് അടുക്കുമ്പോൾ, ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവൻ കരുതിയിരിക്കേണ്ടുന്ന കരുതലുകളും. അതിന് വചനം പറയുന്നത്, ദൈവത്തെ നോക്കുമ്പോൾ അതിന് വ്യവസ്ഥയുണ്ട്. ദൈവത്തെ നോക്കി പെട്ടകത്തിലേക്ക് നോക്കിയതിന്റെ പേരിൽ എത്ര പേര് മരിച്ചു? 50,070 പേര് അവിടെ വീണ് മരിച്ചു. അപ്പോ ദൈവത്തെ നോക്കുന്നതിനും ദൈവത്തെ കീർത്തിക്കുന്നതിനും ദൈവത്തോട് അടുക്കുന്നതിനും ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും എല്ലാം ദൈവം ചില വ്യവസ്ഥകളും ചില വഴികളും വെച്ചിട്ടുണ്ട്. അതിൽ കൂടി മാത്രമേ അങ്ങോട്ട് എടുക്കാവൂ. അല്ലാതെ അടുത്തവരെല്ലാം ഗുരുതരമായിട്ടുള്ള വീഴ്ചയിലും തകർച്ചയിലും നാശത്തിലും ചെന്നുപെട്ടവരാണ്. അവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളവിടെ പവർ സ്റ്റേഷനിൽ, വൈറ്റിലെ പവർ സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്, അപായം. അവിടെ കിടക്കുന്നതിന് മുമ്പ് അനുവാദം മേടിക്കണം. അതിന്റെ ഇലക്ട്രിസിറ്റി പ്രവഹിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലണമെങ്കിൽ അതിനു വേണ്ട വസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം. അതിലെന്തെങ്കിലും തൊടണമെങ്കിൽ അതിനുള്ള ടൂളുകൾ എടുത്തിരിക്കണം. അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഭയങ്കര വ്യവസ്ഥകളില്ലെങ്കിൽ ആ മനുഷ്യൻ കത്തിപ്പോവും. ഇതുപോലെയാണ് ഈ അത്യന്ത ശക്തി. ഈ അത്യന്ത ശക്തിയോട് ആരെടുക്കുന്നുവോ അവരെല്ലാം സൂക്ഷിച്ചില്ല എങ്കിൽ അവരെല്ലാം അപകടത്തിൽപ്പെടും. നമ്മൾ കാണുമ്പോൾ, നമ്മൾ നോക്കുമ്പോൾ ശരിയാ, ഇന്ന് നമുക്ക് ഒരു 300 രൂപ കൊടുക്കാമെങ്കിൽ വേദപുസ്തകം കിട്ടും. അതെടുത്ത് നമുക്ക് പഠിക്കാം, സംസാരിക്കാം, കൈകാര്യം ചെയ്യാം, പഠിപ്പിക്കാം, നിരവധി കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഇതെല്ലാം കൊണ്ടും കർത്താവിനോട് അടുക്കുമ്പോൾ
അവനോട് അടുക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് അവൻ അത്യന്ത ശക്തിയാണ്. കർത്താവ് തന്നെ ചോദിച്ചിരിക്കുന്നത്, ഞാൻ തിരഞ്ഞെടുത്ത് എന്നോട് അടുപ്പിക്കുന്ന മനുഷ്യൻ എന്നോട് അടുക്കും, അല്ലാതെ എന്നോട് അടുപ്പാൻ ധൈര്യപ്പെടുന്നവൻ ആര്? ധൈര്യപ്പെടുക. കർത്താവ് തന്ന ധൈര്യത്തിൽ വേണം അവിടെ ചെല്ലാൻ. അല്ലാതെ ചെന്നെല്ലാം പ്രശ്നത്തിലായിട്ടോ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കർത്താവിന് എതിരായി നടന്നവരല്ല ഇവരൊന്നും. നമ്മൾ അനന്യാസിന്റെയും സഫീരയുടെയും ചരിത്രം പഠിക്കുമ്പോൾ അവര് തങ്ങളുടെ സ്ഥലം വിറ്റ്, അന്യന്റെ അല്ല, സ്വന്തം സ്ഥലം അത് വിറ്റ് സുഖമായിട്ട് രാജ പദവിയിൽ അവർക്ക് ജീവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അത് കൊണ്ടുവന്ന് വെച്ചു, ഒരംശം എടുത്ത് മാറ്റി വെച്ചു. മുഴുവൻ മാറ്റി വെച്ചില്ലല്ലോ, മുക്കാൽ ഭാഗം മാറ്റി വെച്ചില്ലല്ലോ, ഒരംശം മാത്രം മാറ്റി വെച്ചു. ബാക്കിയുള്ളത് മുഴുവനും കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് കൊടുത്ത്. പക്ഷെ അപകടപ്പെട്ടു പോയി. എന്ത്? അവിടെ അവര് ചോദ്യം ചെയ്യപ്പെട്ടു. അനന്യാസെ, ഈ വസ്തു വിൽക്കുന്നതിന് മുമ്പ് നിന്റെ അല്ലായിരുന്നോ? അതെ. വിറ്റതിന് ശേഷം നിന്റെ അല്ലായിരുന്നോ? അതെ. പിന്നെ നീ എന്തിനെ ഈ ദൈവത്തെ പരീക്ഷിക്കാനായിട്ട് ഈ പണി ചെയ്തു? രണ്ടുപേരും, ഭാര്യയും ഭർത്താവും, അവിടെ വീണ് മരിച്ചു. എന്ത് കാര്യം? നമ്മൾ ലോകജാതികളുടെ പറയുന്ന പോലെ അറുത്ത കൈക്ക് ഉപ്പിടാത്ത എത്രയോ പേര് അവിടെ ഉണ്ട്. വിശ്വാസികളിൽ തന്നെയുണ്ട്. 10 പൈസ കൈവിട്ട് കളിക്കാത്തത്. പക്ഷെ ഇവർക്കെന്തിങ്ങനെ വന്നു? കർത്താവ് അതിന് ഉത്തരമായിട്ട് റോമാലേഖനം 7 പറയുന്ന പ്രകാരമാണ്, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാൻ എന്റെ പക്കൽ തിന്മയുണ്ട് എന്നൊരു പ്രമാണം കാണും. ഏത് മനുഷ്യനും ദൈവത്തോട് അടുക്കാൻ സമയത്ത് ഓർത്തോളം എന്തുണ്ട്? നമ്മിൽ എന്തുണ്ട്? തിന്മയുണ്ട്. ആ തിന്മയ്ക്ക് അവസരം കൊടുക്കാതിരിക്കുന്നതാണ് ഒരുവന്റെ ജീവിതത്തിലെ വിജയം. തന്റെ ജീവിതത്തിൽ കിടക്കുന്ന ആ തിന്മ അത് വെളിപ്പെടാൻ അതിന്റെ അവകാശി എതിരാളിയായ സാത്താനാണ്. ആ സാത്താൻ അതിൽ പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ വണ്ണം നന്മയ്ക്ക് വേണ്ടി നന്മ തന്നെ ചെയ്യാൻ ദൈവത്തിൽ ആശ്രയിച്ച് അത് ചെയ്യുവാനുള്ള കൃപ, അവിടെയാണ് ഒരു മനുഷ്യന്റെ ജയം. അല്ലാത്തതൊന്നും നിലനിൽക്കില്ല. ദൈവത്തിന്റെ പുരോഹിതനാണ് അഹരോൻ. ഈ അഹരോന്റെ 2 മക്കളാണ് നാദാവും അബീഹുവും. ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഇത്രയും മനുഷ്യരുണ്ടെങ്കിലും ദൈവത്തെ നേരിട്ട് കണ്ട് ഭക്ഷണം കഴിച്ചത് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേരുണ്ട്? 74 പേരുണ്ട്. ആരൊക്കെയാണ്? 70 ഇസ്രായേൽ മൂപ്പന്മാരും, മോശ, അഹരോൻ, നാദാബ്, അബീഹു. ഈ 74 പേരല്ലാതെ ദൈവത്തെ നേരിട്ട് കണ്ട് ഭക്ഷണം കഴിച്ചതിന് വേറെ ആരുമില്ല. നമ്മൾ വായിക്കുന്നില്ല. അത്ര മാത്രം കൃപ ലഭിച്ചവരാ അവര്. ഇസ്രായേലിന്റെ മധ്യ ഒരു കാര്യം ചെയ്തു. ഇസ്രായേലിന് ആത്മാവില് അല്പം എരിവങ്ങ് കൂടി, ജഡത്തിൽ അല്പം എരിവങ്ങ് കൂടിയതിനു ശേഷം കർത്താവിന് ഒരു ധൂപം കാണിച്ചു കളയാം. 2 പേരും ധൂപം എടുത്തു. അതിനകത്ത് ധൂപവർഗം ഇട്ടു, ധൂപം ഉണ്ടാക്കി, വീശി യാഗമെടുത്തേക്ക് ചെന്നു. അടുത്തേക്ക് ചെന്നപ്പോഴേക്കും
ഇത് അന്യാഗ്നിയാണെന്ന് അവര് തന്നെ ഓർത്തില്ല. യാഗപീഠത്തിൽ നിന്ന് തീ പുറപ്പെട്ട് ഇവർ രണ്ടുപേരെയും ദഹിപ്പിച്ചു കളഞ്ഞു. ഇവര് ചെയ്തത് എന്താ? കർത്താവിനെ മത്സരിച്ചതാ? കർത്താവിനോട് ദോഷം ചെയ്തതാണോ? അല്ല, കർത്താവിനെ സേവിച്ചതാണ്. കർത്താവിനെ ഇപ്പോഴുള്ള സേവ കൂടാതെ ഒരു പടി കൂട്ടി അവനെ സേവിക്കണമെന്ന് ആഗ്രഹിച്ച് ചെയ്തതാണ്. പക്ഷെ എവിടെ ചെന്ന് അവസാനിച്ചു? രണ്ടുപേരും അവിടെ വീണ് മരിച്ചു. നന്മ ചെയ്യാനാണ് പോകുന്നത്, ഞാൻ വലിയൊരു ദൈവപ്രവൃത്തിയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ അപ്പോൾ ഓർത്തുകൊള്ളണം, എന്ത്? എന്റെ പക്കൽ എന്തുണ്ട്? തിന്മയുണ്ട്. അത്തിന്മയ്ക്ക് അവസരം കൊടുക്കരുത്. ശത്രുവാകട്ടെ തിന്മയുടെ ഉറവിടമാണ്, അവന്റെ അവകാശമാണത്. അത് ജ്വലിപ്പിക്കാൻ നോക്കും. യുദ്ധം കഴിഞ്ഞു വരുന്ന ഗിദെയോനെ പോലെ ഈ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടോ? ഇത്രയും എളിമയുള്ള ഒരു മനുഷ്യൻ, ദൈവത്തിന് മുമ്പാകെ ഇത്രയും താഴ്മയുള്ള ഒരു മനുഷ്യനെ നമ്മൾ വായിച്ചിട്ടുണ്ടോ? ഗിദെയോനെ കുറിച്ച് അത്രയും എളിമയുള്ള ഒരു മനുഷ്യനാണ്. അവൻ ശത്രുക്കളുടെ മുമ്പാകെ പറയുന്നതും സഹോദരന്മാരുടെ മുമ്പാകെ പറയുന്നതും എല്ലാവരും കൂടി അവനെ രാജാവാക്കാൻ വന്നപ്പോ ഇവൻ പറഞ്ഞ വാക്കെന്നറിയോ? ഞാൻ രാജാവാവില്ല, ഇസ്രായേലിന്റെ രാജാവ് സൈന്യങ്ങളുടെ ഹോവയാണ്. ഹോവയല്ലാതെ വേറൊരു രാജാവ് നമുക്കില്ല. എത്ര എളിമയുള്ളവൻ, എത്ര നീതിയുള്ളവൻ. എല്ലാം കഴിഞ്ഞ് അതിനുശേഷം അവനൊരു ആഗ്രഹം ഉണ്ടായി, ഇസ്രായേലിന്റെ ഒക്കെയും മുമ്പിൽ ഒരു യഹോദ് ഉണ്ടാക്കണം. യഹോദ് ഉണ്ടാക്കി കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. അവനും അവന്റെ കുടുംബവും തലമുറയും മുഴുവനും ഇല്ലാതാകാൻ ആ ഒരൊറ്റ കാര്യമിടം. ഇസ്രായേലൊക്കെ അവിടെ നമസ്കരിക്കാൻ ചെന്നു, ദൈവത്തിന്റെ കോപം അവിടെ വന്നു, ഗിദെയോൻ കുടുംബവും ഇല്ലാതായി. അതൊക്കെ വായിക്കണം, അതെല്ലാം നമ്മൾ ചിന്തിക്കണം, ധ്യാനിക്കണം. നന്മയാണ് ചെയ്തത്. അവന്റെ വിചാരത്തിൽ അവൻ ഏറ്റവും നന്മയാണ് ചെയ്തത്. പക്ഷെ അവന്റെ വിചാരത്തിലാണ്. അത് എവിടെ നിന്നാ പുറപ്പെട്ടു വന്നേ? തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണും. എന്ന് പ്രമാണം കാണും. കർത്താവിന് സ്തോത്രം. നമ്മളിങ്ങനെ വേദപുസ്തകം പരിശോധിച്ചു കഴിഞ്ഞാൽ, കായന്റെ ചരിത്രം പരിശോധിച്ചാൽ മതി. ദൈവത്തെ പരിഹസിക്കാൻ പോയതല്ല, ദൈവത്തിന് യാഗം കഴിക്കാൻ പോയതാണ്. യാഗം കഴിച്ചതിന് ശേഷം അത് അവസാനം സഹോദരനെ കൊല്ലുന്ന കാര്യത്തിൽ അവസാനിച്ചു. അവന്റെ ജീവിതവും അങ്ങനെയായിപ്പോയി. ഇങ്ങനെ ഇന്ന് ഈ സകല മനുഷ്യവംശത്തിലും ദൈവം പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത് നല്ലത് തന്നെ, ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലത് തന്നെ, ദൈവത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ എവിടെ നിന്ന് അത് പുറപ്പെട്ടു വരുന്നു എന്നുള്ളത് ചിന്തിക്കണം. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ, എൻ്റെ കയ്യിൽ തിന്മയുണ്ട് എന്നൊരു പ്രമാണം കാണണം. ആ തിന്മയിൽ നിന്നാണോ ഞാനിത് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു കൊള്ളണം. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുക. തുടക്കം ഇവരാരും ദൈവത്തിന് ദോഷം ചെയ്തവരല്ല. അന്നത്തെ സമയത്ത് 250 സ്വർണ്ണ ധൂപകലശം, 250, ഇന്നത്തെ സമയത്ത് എത്ര കോടി രൂപ വരും? അവരുണ്ടാക്കിയ ആ സ്വർണ്ണ ധൂപകലശത്തിന് എല്ലാം കൂടെ തൂക്കിക്കഴിഞ്ഞാൽ എത്ര കോടി രൂപ വരും? കോരഹും കൂട്ടരും ഉണ്ടാക്കിയതാ, ദൈവത്തെ സേവിക്കാനാണ്. ധൂപം കാട്ടാൻ വന്നതാണ്. എന്നാൽ ജീവനോടെ അവർ പാതാളത്തിലേക്ക് ഇറങ്ങി.
കാരണം അവർ ദൈവത്തോട് മത്സരിച്ചു എന്നുള്ള കുറ്റം അവരുടെ മേൽ വന്നു. അവർക്ക് പ്രതിവാദം പറയാൻ പറ്റാത്ത നിലയിൽ അവരുടെ ജീവിതം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറി. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനം, നാം ഓരോരുത്തരും കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കടന്നു വന്നവരാണ്. ആരാധിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വിടുതൽ പ്രാപിക്കാൻ കടന്നു വന്നവരാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കേണ്ടുന്ന വിടുതലുണ്ട്. ദൈവത്തിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങളെല്ലാം പ്രാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ ഉദ്ദേശം ദൈവം നടപ്പാക്കി തരുവാൻ തക്കവണ്ണം, കർത്താവെ, ഞാൻ നന്മയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, തിന്മയിൽ നിന്നാകരുതേ. തിന്മ എന്റെ പക്കലുണ്ട്, അതിൽ നിന്ന് ആകരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദർഭത്തിലാണ് ഈ 84-ാം സങ്കീർത്തനം എഴുതുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഏത് മനുഷ്യനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുക്കുമ്പോൾ ദൈവം അവന് കൊടുക്കുന്ന സംരക്ഷണമുണ്ട്. ശൗല് ദൈവത്തിന് യാഗം കഴിച്ചു, ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിനാൽ അവന്റെ രാജ്യത്വം പോയി. അത്യന്ത ശക്തിയോട് അടുക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ വൈദ്യുതിയോട് അടുക്കുമ്പോൾ നമ്മളിന്ന് ഇത്രയും ഫാൻ കിടക്കുന്നു, വെളിച്ചം ട്യൂബ് പ്രകാശിക്കുന്നു, AC വർക്ക് ചെയ്യുന്നു, ഈ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നു, കുഞ്ഞുങ്ങൾ എവിടെയെല്ലാം നടക്കുന്നു. നമുക്ക് പേടിയില്ല. കാരണം എന്താ? അതിനൊക്കെ ഇൻസുലേഷനുണ്ട്. ആ വൈദ്യുതി കൊണ്ട് നമുക്ക് ദോഷം തട്ടാതിരിക്കാൻ അതിന് കവർ ചെയ്തിരിക്കുന്ന, അതിനെ മൂടിയിരിക്കുന്ന ഇൻസുലേഷനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയമില്ല. ഇതുപോലെ ദൈവത്തെ കൂടെ അടുക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നത്, ദൈവത്തെ നോക്കണമെങ്കിൽ ദൈവം ഗേഹസ്ഥിയുടെ കണ്ണു തുറന്ന പോലെ ദൈവം നിന്റെ ആത്മാവിനെ കൊടുക്കും. അവൻ കണ്ണു തുറന്ന് ദൈവത്തെ കാണും. ദൈവം ഒരുവന്റെ പ്രാണനോട് സംസാരിക്കും. അപ്പോൾ അവന്റെ വായ തുറന്ന് പ്രവചിക്കും, സംസാരിക്കും. നമ്മളീ കാണുന്ന പ്രവചനം, കേൾക്കുന്ന പ്രവചനം അത് അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. പിന്നെയോ യഥാർത്ഥ പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം മനുഷ്യന്റെ പ്രാണനോട് സംസാരിക്കും. അപ്പോൾ അവരുടെ വായ തുറക്കും. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ വായ തുറക്കുമെന്ന്. അടുത്തത്, അടുത്തു വന്ന് ശുശ്രൂഷിക്കണമെങ്കിൽ ദൈവം നിന്റെ ആത്മാവിനെ കൊടുക്കും, ശുശ്രൂഷയുടെ ആത്മാവിനെ കൊടുക്കും. അവൻ അടുത്ത് വന്ന് ശുശ്രൂഷിക്കും. അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ മഹാപുരോഹിതനുള്ള ശുശ്രൂഷയുള്ള ആത്മാവിനെ കൊടുക്കും. അവനടുത്ത് വന്ന് ശുശ്രൂഷിക്കും. കർത്താവിന്റെ അടുക്കൽ വന്ന് ധൂപം കാട്ടാൻ അതിനുള്ള പുരോഹിതന്റെ ശുശ്രൂഷ ആത്മാവിനെ കൊടുക്കും. അവനടുത്ത് വന്ന് ശുശ്രൂഷിക്കും. അവർക്ക് ആർക്കും ഭയമില്ല. കാരണം എന്തറിയാമോ? അവരെ മൂടിയിരിക്കുന്ന ഒന്നുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ ആത്മാവ്, ശുശ്രൂഷയുടെ ആത്മാവുണ്ട്. ആ ശുശ്രൂഷയുടെ ആത്മാവിനാൽ അടുത്തു വരുമ്പോൾ അവനൊന്നും പറ്റുന്നില്ല. കാരണം അവനെ മൂടിയിരിക്കുന്നതും അവനെ സംരക്ഷിക്കുന്നതുമായ ദൈവത്തിന്റെ ആത്മാവ്, ശുശ്രൂഷയുടെ ആത്മാവ് അവനോടൊപ്പം ഉണ്ട്. ഇത് ഈ പറയുന്നവരുണ്ടാവില്ല. നമ്മളൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാ നമുക്ക് ഈ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇതില് ഈ പ്രവർത്തിക്ക് പോകുമ്പോൾ, ഏത് പ്രവർത്തിക്കുമ്പോൾ തിന്മ പ്രവർത്തിക്കാൻ വരുമ്പോൾ ഈ ആത്മാവ് ഉണ്ടാവില്ല. അത് മനുഷ്യൻ തിരിച്ചറിയണം. 3 മാസം തന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ പെട്ടകം ഇരുന്ന താൻ അതിനു വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന പിന്നെ പേടിയുണ്ടാവും. തന്നോടുകൂടെ തന്റെ ഭവനത്തിൽ ഇരുന്ന പെട്ടകത്തെ കുറിച്ച് താൻ പേടിക്കേണ്ട കാര്യമില്ലോ. ഏത് കാര്യത്തിലും കാലപ്പഴക്കത്തോടു കൂടി ഭയം പോവും. അവസാനം പെട്ടകം അവിടുന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ വന്നപ്പോ ഓർന്നാന്റെ കളത്തിൽ വെച്ച്, ഓർന്നാന്റെ കളത്തിൽ വെച്ച് കാള വിരണ്ടു പെട്ടകം നിലത്ത് വീഴുമെന്നായപ്പോൾ പെട്ടകത്തെ താങ്ങി. അതൊരു ധൈര്യമാണ്.
അത് ധൈര്യം, ആ ധൈര്യം ഉണ്ടായിരുന്നുള്ളൂ. താങ്ങാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അവിടെ വീണു. നാഗോന്റെ കളത്തിൽ അവിടെ വീണ് മരിച്ചു. വീണവരുടെ എല്ലാം ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാകും, അവരെ ഈ അത്യന്ത ശക്തി ദോഷമായി ബാധിക്കാതെ വണ്ണം അവർക്ക് ഒരു, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഇൻസുറേഷൻ അല്ലെങ്കിൽ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നില്ല. വീണവരുടെ എല്ലാം ചരിത്രം പരിശോധിക്കണം, അവർക്കൊന്നും ഈ സംരക്ഷണം ഉണ്ടായിരുന്നില്ല. ആ ശുശ്രൂഷ ചെയ്തൊരു കാര്യം ഓർക്കണം, കാരണം പർവ്വതത്തിൽ നിൽക്കുമ്പോൾ മോശയോട് കർത്താവ് പറഞ്ഞു, നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ 70 പേരെ കൂട്ടിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞു. മോശ പറഞ്ഞു, അയ്യോ, എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ പർവ്വതത്ത് ഒരാളും അടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അടുത്ത എല്ലാവരും ഇല്ലാതെയായി പോകും, നശിച്ചു പോകും. അത് കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ പറയുന്നു, നീ പോയി കൊണ്ടുപോവാ. കാരണം അവര് വന്നാൽ കർത്താവിന്റെ വാക്ക് അവിടെ ഉണ്ട്. കർത്താവിന്റെ വാക്കിനാലാണ് അത് ചെയ്യുന്നത്, വ്യവസ്ഥ വിട്ടാണ് ചെയ്യുന്നത്. എങ്കിലും അവർ നശിക്കാതെ വണ്ണം അവർക്ക് സംരക്ഷണം ആ പറഞ്ഞ വാക്കിനാൽ ദൈവത്തിന്റെ ആത്മാവരോട് പോകണം. പേടിക്കണ്ട. ഇവിടെ വ്യവസ്ഥ വിട്ട് ചെയ്തു, പക്ഷെ അവർക്കൊന്നും ഭവിച്ചില്ല. മറ്റത് മാനുഷികമായ ബുദ്ധിയിൽ ചെയ്തു, നശിച്ചുപോയി. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ദൈവം പറയുന്നത്, നന്മ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് മനുഷ്യന്റെ ശരീരത്തിൽ, മനുഷ്യന്റെ ജഡത്തിൽ വസിക്കുന്ന തിന്മയിൽ നിന്ന് ആകരുതെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. കാരണം ദൈവത്തിന്റെ തെറ്റല്ല. ഈ അത്യന്ത ശക്തിയുടെ അടുക്കൽ വ്യവസ്ഥ വിട്ട് ആര് വന്നാലും അവൻ നശിക്കുക എന്നുള്ളത്, അവൻ അവിടെ ഇല്ലാതാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. സൂര്യന്റെ അടുക്കിലേക്ക് ഒരു വസ്തു ചെന്നു കഴിഞ്ഞാൽ അത് കത്തിപ്പോവുക എന്നുള്ളത് അവനോട് വൈരാഗ്യം ഉണ്ടായിട്ടോ അവനോട് പ്രതികാരം ഉണ്ടായിട്ടോ ഒന്നുമല്ല, സ്വാഭാവികമാണ്. ഇതുപോലെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുക്കുമ്പോൾ അവൻ വ്യവസ്ഥ പ്രകാരം അടുത്താൽ യാതൊരു ദോഷവും തട്ടാതെ വണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ശുശ്രൂഷയുടെ ആത്മാവിനാൽ അവനെ താങ്ങും. ഇല്ല എങ്കിൽ അവന് ദോഷവും വരും. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോ വശവും നമ്മൾ പരിശോധിച്ച് നമ്മൾ കർത്താവിനോട് അടുക്കുകയും വിശ്വാസത്തിലായിരിക്കുകയും ചെയ്താൽ നമ്മുടെ നന്മ, ദൈവം നമുക്ക് ആ നന്മ അനുഭവിക്കാൻ കൃപ തരും. എന്നാൽ ഇന്ന് വിശ്വാസത്തിൽ അനേകർ കടന്നു വന്ന് ഈ നന്മയിൽ മുമ്പോട്ട് പോകുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ആ സ്ത്രീ ചോദിച്ചതുപോലെ, നമുക്കെന്താണ് ഇങ്ങനെ? ജാതികളെല്ലാം മര്യാദയ്ക്ക് നടക്കുന്നു, സമുദായക്കാരെല്ലാം അവരുടെ വഴി നോക്കി ഒരു കുഴപ്പവും കൂടാതെ നടക്കുന്നു, നമുക്ക് മാത്രം എന്താ ഇങ്ങനെ? അവര് ജാതികൾ അടുത്തില്ലല്ലോ. ഈ അത്യന്ത ശക്തിയോട് ജാതികൾ അടുത്തോ? ഇല്ല. അവരവരുടെ വഴിക്ക് നടക്കുന്നു. അത് ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. എന്നാൽ ന്യായപ്രമാണം ഉള്ളവരോ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. അപ്പൊ ന്യായപ്രമാണത്തിൽ ചില വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് നടക്കുന്നവർ മാത്രമേ രക്ഷിക്കപ്പെടൂ. കർത്താവ് ഇന്ന് ദൈവത്തിന് മുമ്പാകെ നാം ആയിരിക്കുന്നല്ലോ. ദൈവിക വ്യവസ്ഥയിൽ നമ്മൾ കർത്താവിനോട് അടുക്കാനും കർത്താവിന് പ്രവൃത്തി ചെയ്യുവാനും നമ്മുടെ നിത്യജീവിതത്തിലായിരിക്കാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകും. സൈന്യങ്ങളെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം. ദൈവത്തിന്റെ സന്നിധിയിൽ ആദരം തുറന്ന കോരഹിന്റെ മക്കൾ പറയുകയാണ്, തന്റെ ഭവനത്തിൽ സംഭവിച്ചതൊന്നും അവർക്ക് ബാധകമല്ല. കാരണം അവർ അടുത്തു വരുന്നത് ദൈവത്തിന്റെ ആത്മാവിനാലാണ്, ശുശ്രൂഷയുടെ ആത്മാവിനാലാണ്. ദൈവത്തിന്റെ വചനം ആധികാരികമായി പുറപ്പെടുവിക്കാൻ തക്കവണ്ണം ദൈവം അവർക്ക് ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. അവർ ആ ശുശ്രൂഷ നിവർത്തിക്കുന്നു. നമ്മൾ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ വിവിധ നിലകളിലേക്ക്, ശുശ്രൂഷയ്ക്കായിട്ട്, സുവിശേഷത്തിനായിട്ട്, നിത്യജീവിതത്തിലേക്കായിട്ട്, ഇനി നമ്മുടെ ജീവിതം ഒരു നന്മയിലേക്ക് തിരിയണം, ഇനി ദൈവത്തിന് ഉപകാരമായ ഒരു അവസ്ഥയിലേക്ക് തിരിയണം എന്ന്
ദൈവത്തിന് സമർപ്പിച്ചാണ് നമ്മൾ ഈ ഉപവാസം ഇരിക്കുന്നത്. ഈ ഉപവാസ പ്രാർത്ഥന ഇരുന്നതിന് ശേഷം നമ്മുടെ ഇഷ്ടപ്രകാരം ആ പ്രവൃത്തി ചെയ്യാനല്ല. പിന്നെയോ ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ തന്നെ, ഈ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് അത് ചെയ്യാനുള്ള ആ ശുശ്രൂഷയുടെ ആത്മാവ്, അതിനടുക്കുമ്പോൾ നമുക്ക് ദോഷം വരാതെ വണ്ണം നമ്മെ സംരക്ഷിക്കുന്ന ആത്മാവ് ദൈവം നമുക്ക് നൽകണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഇന്ന് ദൈവത്തിന്റെ സഭയെ കർത്താവ് മാനിക്കേണ്ടതിന് വേണ്ടി, സംരക്ഷിക്കേണ്ടതിന് വേണ്ടി, വരാനുള്ള സകല ദോഷങ്ങളും ചെറുക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനാൽ തന്റെ ജനത്തെ അഭിഷേകം ചെയ്ത് കാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് കർത്താവിൽ നമുക്കായിരിക്കാം. ഇന്നത്തെ ആരാധനയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ആരാധന കർത്താവിന്റെ നാമത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ നമ്മൾ കർത്താവിന്റെ ശ്രദ്ധയിൽ കുറ്റമറ്റവരായി തീരുവാനും സഭയിൽ എഴുന്നേൽക്കാനും ദൈവം ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇനിയും ചില ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്നല്ലോ. നമ്മൾ ഉത്സാഹത്തോടു കൂടി, നമ്മൾ താല്പര്യത്തോടു കൂടി, ഏകാഗ്രതയോടുകൂടി കർത്താവിലായിരുന്ന് നമുക്ക് ദൈവകൃപ പ്രാപിപ്പാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ, യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ട് ഞാൻ, ആശ്വാസത്തിൽ പൂർണ്ണത